കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മരണക്കെണിയെന്ന് വ്യാപക പരാതി. റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ 3 മാസത്തിനിടയിൽ നടന്ന 10ഓളം അപകടങ്ങളിലായി 4-ലധികം ജീവനുകളാണ് എസി റോഡിൽ പൊലിഞ്ഞത്. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. 23 കിലോമീറ്ററിലായി 800 കോടി രൂപ ചെലവഴിച്ചാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷൻ മുതൽ ചങ്ങനാശ്ശേരി പെരുന്ന വരെ നീളുന്ന റോഡ് KSTP നിർമ്മിക്കുന്നത്. ഊരാലിങ്കൽ സൊസൈറ്റിയും എവറോസ്കൻ എന്ന അസർബൈജാൻ കമ്പനിയും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറിലാണ് നിർമ്മാണം. ഡിസൈനും ഇവരുടേത് തന്നെ. 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരത്തിലുള്ള ഫുട്പാത്തുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ആദ്യത്തെ അപകടക്കെണി. ഇതിപ്പോ AC റോഡിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തിയ വാഹനമാണ്. ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുണ്ട്. ഇപ്പോ ഈ വൈറ്റ് ലൈൻ ഉള്ളിലേക്കാണ്. അതായത് റോഡിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തിന് അകത്തേക്ക് കയറ്റി മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ആണ്. അപകടകരമായ സാഹചര്യത്തിൽ വണ്ടി ഇങ്ങനെ ഇടേണ്ടി വരുന്നു. ഇനി ഫുട്പാത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫുട്പാത്തിന്റെ സാഹചര്യവും അതിനേക്കാൾ ദയനീയമാണ് എന്നുള്ളതാണ്. ഇത്രയും വീതിയാണ് ഈ ഫുട്പാത്തിന് ഉള്ളത്. ഫുട്പാത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഫുട്പാത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ വീതി കുറവായതുകൊണ്ട് ഈ ഫുട്പാത്തിന്റെ ഭാഗം കൂടെ ഇതിനോട് അനുബന്ധമാക്കി മാറ്റിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അശാസ്ത്രീയമായി അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഫുട്പാത്ത് തന്നെ വീണ്ടും കയ്യേറിക്കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. റോഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിയന്തര ഘട്ടത്തിൽ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ സൈഡ് പാർക്കിംഗ് ഇല്ല. വാഹനം റോഡിലേക്ക് ഇറക്കി അപകടാവസ്ഥയിൽ വേണം നിർത്താൻ. കളർകോട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ചാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കളക്ടർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തതാണ് റോഡ് നിർമ്മാണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. മാമ്പുഴക്കരി, രാമങ്കരി, മങ്കൊമ്പ് ഭാഗങ്ങളിലായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അപകടങ്ങളിൽ 3 ജീവനുകളാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് 10-20ലധികം അപകടങ്ങൾ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ വന്ന 3 അപകടങ്ങൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഈ രാമങ്കരി പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നതാണ്. 2 പേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈ ജംഗ്ഷനിൽ വെച്ചും നമ്മുടെ മാമ്പഴക്കരി ജംഗ്ഷൻ വെച്ചും കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ ഭീകരമായ അപകടം ഉണ്ടായിരിക്കും. എത്ര പേരിപ്പം നിരാലംബരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെ 37 ബസ് സ്റ്റോപ്പുകൾ. ഒരിടത്ത് പോലും ബസ് ബേ ഇല്ല. ബസ് നിർത്തുന്നതും യാത്രക്കാർ ഇറങ്ങുന്നതും അപകടാവസ്ഥയിൽ. ഇരുഭാഗങ്ങളിലും ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ ടണലിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് വാഹനങ്ങൾക്ക് നൽകുന്നത്. ഓവർടേക്ക് ചെയ്താലോ മുന്നിലെ വാഹനം ബ്രേക്ക് ചവിട്ടിയാലോ അരികിലേക്ക് പോലും ഒതുക്കാനാകാതെ അപകടമുറപ്പ്. ഒരു സൈഡിൽ കനാൽ മാത്രം വരുന്ന റോഡിൽ എന്തിന് 2 സൈഡുകളിലും ഡ്രെയിനേജുകൾ അടങ്ങുന്ന ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നതിൽ എത്തി നിൽക്കുന്നു. ദേശീയപാതയ്ക്ക് പോലും ഫുട്പാത്ത് ഗ്രാവൽ ബേ ഒരുക്കി ഉയരത്തിൽ നിർമ്മിക്കാതെ പരമാവധി സൗകര്യം ഒരുക്കുമ്പോഴാണ് 800 കോടിയിൽ അപകടക്കെണി ആലപ്പുഴയിൽ പൂർത്തിയാകുന്നു എന്നതാണ് പ്രധാനമായ ആക്ഷേപം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ വൻ ഭൂമി കയ്യേറ്റം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി. താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ കൈലാസപ്പാറയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ആവശ്യപ്പെട്ടനുസരിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതിനകത്ത് 2 ഭൂമിയും കൂടെ പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സർവേയർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട്. മേഖലയിൽ നിലവിലുള്ള പട്ടയ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല. റവന്യൂ പുറമ്പോക്ക് ഭൂമിക്കൊപ്പം നെടുങ്കണ്ടത്തെ NCC ഭൂമിയിൽ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി.
സർക്കാർ ഉറപ്പ് ലംഘിച്ച് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ വീടും സ്ഥലവും ബാങ്ക് ലേലത്തിൽ വെച്ചു. മീഞ്ച പഞ്ചായത്തിലെ ബാളിയാറിലെ തീർത്തയുടെ വീടാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയാ പദവ് ശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. മീഞ്ച പഞ്ചായത്തിലെ ബാളിയാറിലെ എൻഡോസൾഫാൻ ദുരിതബാധിത തീർത്തയുടെ വീടാണ് കേരള ഗ്രാമീണ ബാങ്കിന്റെ മിയാ പദവ് ശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. ഡ്രൈവറായ പ്രസാദ് ബീന ദമ്പതികളുടെ മകളാണ് തീർത്ത. ജന്മനാ തന്നെ ശാരീരിക വെല്ലുവിളിയുള്ള തീർത്തയ്ക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിലിറങ്ങേണ്ടി വന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. 2017 ക്യാമ്പിലുള്ളത് ലിസ്റ്റില് 511 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുള്ളതാ. പെൻഷൻ കിട്ടുന്നുണ്ട് എല്ലാ മാസവും, പിന്നെ 5 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് നല്ലൊരു തുക ഇപ്പോഴും ബാക്കിയുണ്ട് കടം. ഇപ്പൊ തന്നെ ഒരു 5 ലക്ഷത്തിന് മുകളിൽ വീണ്ടും കടമുണ്ട്. എന്നാലും ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇറക്കി വിടുന്ന കടം എന്ന് പറയുന്നത് ബാങ്കിലുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് നമ്മൾ തീർത്താൽ മതി. ഇറക്കി വിടുന്നത് കടപ്പാടും ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? അതേ ഉള്ളൂ ഇപ്പോൾ ടെൻഷനായിട്ടുള്ളത്. കൊച്ചിനെ കൊണ്ട് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 2014 മകളുടെ ചികിത്സയ്ക്കും കോൺക്രീറ്റ് ചെയ്ത് മാത്രം വെച്ചിരുന്ന വീടിന്റെ തേപ്പ് ജോലിക്കും മറ്റുമായി 2.5 ലക്ഷം രൂപ വീടിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തി വാങ്ങിയത്. ഇതിൽ 1.5 ലക്ഷത്തോളം രൂപ മാത്രമേ തിരിച്ചടക്കാനായുള്ളൂ. പിന്നീട് ഏതാനും വർഷമായി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി രംഗത്ത് വന്നത്. കടം ഇപ്പോൾ മുതലും പലിശയുമായി 5 ലക്ഷത്തോളം രൂപയായിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. 2.5 ലക്ഷം രൂപ ഉടൻ തിരിച്ചടച്ചാൽ ജപ്തി നടപടി ഒഴിവാക്കാമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ജപ്തിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. സ്ഥലം വിൽപ്പനയ്ക്കെന്ന് കാണിച്ച് ബാങ്ക് അധികൃതർ ഇതിനോടകം ഫ്ലക്സ് ബോർഡ് കെട്ടി. ജപ്തി നടപടികളുടെ പേരിൽ ഒരാളെ പോലും കുടിയിറക്കില്ലെന്ന് സർക്കാർ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരയുടെ കുടുംബം തന്നെ ജപ്തി ഭീഷണി നേരിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. തമിഴ്നാട്ടിലെ സേലത്ത് റോഡ് പണിക്കായി കൊണ്ടുവന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ചിന്നപ്പൻ പട്ടിയിലാണ് സംഭവം. 4 വരിയായി വികസിപ്പിച്ച റോഡിൽ വൈറ്റ് ലൈൻ വരയ്ക്കാൻ കൊണ്ടുവന്ന ലോറിയിലാണ് സിലിണ്ടർ ഉണ്ടായിരുന്നത്. പൊട്ടിത്തെറിയിൽ ലോറി തകർന്നു. സമീപത്തുണ്ടായിരുന്നവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വാഷിംഗ്ടണിലുണ്ടായ വിമാനാപകടത്തിൽ 67 പേരും മരിച്ചതായി സ്ഥിരീകരണം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം പുറത്തുവിടും.